ഹായ് ഹലോ എബീസ് വേൾഡിൻ്റെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ രാവിലെ തന്നെ ഞാൻ മുറ്റത്തോട്ട് വന്ന സമയത്ത് കണ്ടൊരു കാഴ്ചയാണ് കേട്ടോ. ഇത് ഒരു 6 മണിയൊക്കെ അടുപ്പിച്ചായി കേട്ടോ. 2 പട്ടിക്കുഞ്ഞുങ്ങളുണ്ടായിരുന്നു കേട്ടോ. നല്ല രസമായിരുന്നു കാണാനായിട്ട്. കുറേ നേരം വരെ ഞങ്ങൾ മുറ്റത്ത് തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ പള്ളിയിൽ പോകാനായിട്ട് ഇറങ്ങിയ സമയത്തായിരുന്നു കണ്ടത്. എബിക്ക് സുഖമില്ലാത്തത് കൊണ്ട് തന്നെ അവനെ ഞങ്ങൾ കൂടെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഞാൻ മാത്രമാണ് ഇന്ന് പള്ളിയിൽ പോയത്. ചേട്ടൻ എബിയെ കൊണ്ട് ഹോസ്പിറ്റലിലോട്ട് പോകുന്നുണ്ട്. അപ്പോൾ എനിക്ക് എന്തോ ഒരു വിഷമം തോന്നി കേട്ടോ, അവൻ്റെ ആ ഒരു നിൽപ്പും എല്ലാം കണ്ടിട്ട്. അങ്ങനെ പിന്നെ എന്തായാലും പള്ളിയിലോട്ട് പോകാമെന്ന് വിചാരിച്ചു. ഞാൻ രാവിലെ തന്നെ പള്ളിയിൽ പോയി ആരാധനയൊക്കെ കഴിഞ്ഞു. ഇതാ പള്ളിയിൽ നിന്ന് ഒരു ബന്നും കട്ടനൊക്കെ ആയിരുന്നു കേട്ടോ. അതൊക്കെ കുടിച്ചതിന് ശേഷം ഞങ്ങൾ നേരെ പള്ളിയിലോട്ട് വന്നു. അപ്പോൾ ചേട്ടനും എബിയും നേരത്തെ തന്നെ ഹോസ്പിറ്റലിലോട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. കുറച്ച് കഴിഞ്ഞ ശേഷം ആരാധനയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് എന്നെ വിളിക്കാൻ വന്നതായിരുന്നു. അപ്പോൾ 9 മണി കഴിഞ്ഞായിരുന്നു. 10 മണി അടുപ്പിച്ചായി ഡോക്ടർ വന്നപ്പോൾ കേട്ടോ. അത്രയും നേരം വരെ ഒരുപാട് രോഗികളുണ്ടായിരുന്നു, വെയിറ്റ് ചെയ്തിരിപ്പുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ കുറേ നേരം വരെയൊക്കെ ഇരുന്നു. എബിയെ കാണിച്ചു. അപ്പോൾ ഇനി 2 ദിവസമായിട്ട് കുറയിലേക്ക് ഒന്ന് സ്കാനിങ് ഒക്കെ എടുത്ത് കാണിക്കാൻ പറഞ്ഞു കേട്ടോ. അപ്പോൾ അവിടുത്തെ മെഡിസിൻസ് കാര്യങ്ങളെല്ലാം വാങ്ങിയിട്ട് ഞങ്ങൾ നേരെ ബീഫ് എടുക്കാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ, തെന്നൂർക്കോണത്ത്. അപ്പോൾ അവിടെ വന്ന് ഞങ്ങൾ ബീഫും ഒക്കെ എടുത്തിട്ട് നേരെ വന്ന് കപ്പ മേടിക്കാനായിട്ട് അതും വന്നു കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ സ്ഥിരമായിട്ട് വാങ്ങിക്കുന്ന അടുത്ത് തന്നെയാണ് കേട്ടോ വന്നത്. അപ്പോൾ ഇന്ന് അപ്പുറത്ത് പോയില്ല കേട്ടോ, അമ്മച്ചിയുടെ അടുത്ത് പോയില്ല. അവിടെ ഇച്ചിരി തിരക്കായതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോയില്ല. ഇപ്പുറത്തൊരു മാമൻ കൂടെ മരിച്ചിനിയും ഇതുപോലെ ചീനിക്കിഴങ്ങും ഒക്കെ വിൽക്കാനായിട്ട് ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ. അവിടെ നിന്ന് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് നേരെ വീട്ടിലോട്ട് വന്നു കേട്ടോ. നല്ല വിശപ്പുണ്ടായിരുന്നു. പെട്ടെന്ന് തന്നെ ബീഫും പുട്ടും ഒക്കെ വെച്ച് കേട്ടോ. അത് കഴിച്ചുകൊണ്ടിരുന്ന സമയത്താണ് ഒരു സങ്കടകരമായ ഒരു വാർത്ത അറിഞ്ഞു. എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന ആൻറ്റിയുടെ അമ്മ മരിച്ചു പോയായിരുന്നു കേട്ടോ. കുറച്ച് നാളായിട്ട് സുഖമില്ലാതെ കിടപ്പായിരുന്നു. അങ്ങനെ പിന്നെ ഫുഡൊക്കെ കഴിക്കാൻ ഇച്ചിരി മടിയും കൂടെ ആയിരുന്നു. ഭയങ്കര ഒരു വിഷമമായിരുന്നു. ഒന്ന് കാണാൻ പോകണമെന്ന് ഒരുപാട് ആഗ്രഹിച്ചതായിരുന്നു കേട്ടോ, വയ്യാതെയൊക്കെ കിടന്ന സമയത്ത്. പക്ഷേ പോകാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഇരുന്നപ്പോൾ ചേട്ടൻ എന്തോ ഫ്രിഡ്ജിനകത്ത് സാധനം എടുക്കാൻ പോയ സമയത്ത് ഡോറിങ്ങ് ഇളകി പോന്നായിരുന്നു. എന്തോ ഭാഗ്യത്തിനാണ് ഫ്രിഡ്ജ് പൊട്ടിത്തെറിക്കാതെ. അത്രമേലായിട്ടുണ്ട്. നമ്മുടെ കല്യാണത്തിന് എനിക്ക് എൻ്റെ വല്യമ്മയുടെ മകൻ ഗിഫ്റ്റ് ചെയ്തതാണ് കേട്ടോ ഇത് ഒരെണ്ണം. അപ്പോൾ അതുമായിട്ട് ഇപ്പോൾ തന്നെ 12 വർഷം കഴിഞ്ഞ് ഞങ്ങളിത് ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട്. മാറ്റണം എന്ന് എപ്പോഴും വിചാരിക്കും. കാരണം ഡോർ നേരത്തെ കംപ്ലൈൻ്റ് ആയിരുന്നു. പിന്നെ ഒരു കയറൊക്കെ വെച്ച് കെട്ടി ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ ഇനി എന്തായാലും ഇത് നന്നാക്കാൻ പോകുന്നില്ല. കാരണം അതിൻ്റെ അടിഭാഗം മൊത്തത്തിൽ കംപ്ലൈൻ്റായി അത് പോയി. അപ്പോൾ ഇനി എന്തായാലും മാറ്റി വാങ്ങിക്കാമെന്ന് തന്നെ വിചാരിച്ചു കേട്ടോ. പിന്നെ പെട്ടെന്ന് തന്നെ ചോറും വെച്ചു മരിച്ചിനെയൊക്കെ ഇളക്കി കേട്ടോ. വേറെ കറിയൊന്നും വെക്കാനായിട്ട് നിന്നിട്ടുണ്ടായിരുന്നില്ല. പിന്നെ എനിക്ക് കഴിക്കാൻ അങ്ങനെ വലിയ ഇൻട്രസ്റ്റും തോന്നിയിട്ടുണ്ടായില്ല കേട്ടോ. ഒരു മരണം തന്നെ കേട്ടതിൻ്റെ ഒരു വിഷമവും ഒക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് എനിക്ക് അങ്ങോട്ട് പോകണമെന്നുണ്ടായിരുന്നു. അപ്പോൾ വൈകുന്നേരത്തെ 4 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് അവിടുത്തെ ചടങ്ങുകളെല്ലാം കഴിയുമെന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് എനിക്ക് പെട്ടെന്ന് അങ്ങോട്ട് പോകണമായിരുന്നു. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഞങ്ങൾ ജോലിയെല്ലാം ഒതുക്കി കേട്ടോ. ഭയങ്കര ഒരു വിഷമം ആയിട്ടുള്ള കാര്യമായിരുന്നു. കാരണം കുറേ നാളായിട്ട് ഒന്ന് പോയി കാണുമെന്ന് വിചാരിച്ചിട്ട് എനിക്ക് എന്തോ പോകാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ എനിക്ക് പോകാനും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. എന്തായാലും ഇങ്ങനെ ഒരു ദിവസത്ത് തന്നെ പോകണമല്ലോ എന്നൊരു ഇതും എനിക്ക് ഉണ്ടായിരുന്നു. എന്തായാലും നേരത്തെ പോയില്ലല്ലോ എന്നൊരു വിഷമം എനിക്ക് നല്ലതുപോലെ ഉണ്ടായിരുന്നു. എന്തായാലും ദൈവം ഈ ഒരു ദിവസമായിരിക്കും നമുക്ക് പോകാനായിട്ട് വിധിച്ചത് കേട്ടോ, ഞാൻ അങ്ങനെ വിചാരിക്കുന്നു. പിന്നെ ആൻറ്റിയുടെ അച്ഛനുണ്ട് കേട്ടോ അവിടെ. അപ്പോൾ അച്ഛനും ഇച്ചിരി സുഖമില്ലാതെയൊക്കെ കിടപ്പാണ്. അപ്പോൾ അവരുടെ അച്ഛൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റും ആയിരുന്നു കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇത് ആയതുകൊണ്ട് തന്നെ അവിടെ നിന്ന് എഴുതി വാങ്ങിച്ചിട്ട് അവരിങ്ങോട്ട് വരുന്നുണ്ടെന്നൊക്കെ പറഞ്ഞു കേട്ടോ. അപ്പോൾ ഞാൻ അവിടെ ചെന്ന സമയത്ത് ഞങ്ങളുടെ പ്രിൻസിപ്പളും മാനേജർ സാറും എൻ്റെ കൂടെ വർക്ക് ചെയ്യണ ഒരു ടീച്ചറും അവിടുത്തെ വേറൊരു ആൻറ്റിയൊക്കെ ഉണ്ടായിരുന്നു. അവരെയൊക്കെ കണ്ടു കേട്ടോ. അപ്പോൾ അവരെയൊക്കെ കണ്ടതിന് ശേഷമാണ് ഞങ്ങൾ നേരെ അവിടുത്തെ ചടങ്ങെല്ലാം കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ വീട്ടിലോട്ട് വന്നത്. അപ്പോൾ എബിക്ക് കുടിക്കാനായിട്ട് ഞാൻ കടുകും ഉലുവയൊക്കെ ഇട്ട് വെള്ളമൊക്കെ ഒന്ന് തിളപ്പിച്ച് കൊടുത്തു കേട്ടോ. അവനൊന്നും ആഹാരം ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അവന് നല്ല വയറുവേദനയും ലൂസ് മോഷനും ഒക്കെ ആയിരുന്നു കേട്ടോ. ഒട്ടും വയ്യാതെ കിടപ്പായിരുന്നു കേട്ടോ. അവൻ കിടന്ന ഉടൻ തന്നെ ഉറക്കം ആ ഒരു ലെവലിലായിരുന്നു. അത്രയ്ക്ക് ക്ഷീണം. അതുകൊണ്ട് തന്നെ ഞാൻ അധികം അവനെ വിളിച്ചിട്ടുണ്ടായിരുന്നില്ല. ഫുഡ് കഴിക്കണമെന്നും വിളിച്ചില്ല. അവൻ്റെ ക്ഷീണമൊക്കെ മാറും വരെ കിടന്ന് ഉറങ്ങട്ടെ എന്ന് വിചാരിച്ചു കേട്ടോ. പിന്നെ നമ്മൾ എന്ത് മരുന്ന് കൊടുത്താലും ആൾ കഴിച്ചോളും. ഒന്നും വേണ്ടാന്ന് പറഞ്ഞ് മടി പിടിച്ചൊന്നും ഇരിക്കൂല കേട്ടോ. നമ്മളൊരു ശല്യവും ചെയ്യത്തില്ല. ഇനി എന്തൊക്കെ അസുഖമെന്ന് പറഞ്ഞാൽ നമ്മൾ അങ്ങനെ അധികം അവ ശല്യം ചെയ്യത്തോ ഒന്നുമില്ല. അവനായിട്ട് തന്നെ അങ്ങ് ഇരുന്നോളും. അതുകൊണ്ട് തന്നെ മരുന്നൊക്കെ കൊടുത്തിട്ട് അപ്പോൾ അവൻ്റെ ഒരു ഫ്രണ്ട് കൂടെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവർ രണ്ടുപേരും ഞങ്ങൾ വീട്ടിലാക്കിയിട്ട് ഞങ്ങൾ 2 പേരും കൂടെ മരണം നടന്ന ആ വീട്ടിലോട്ട് പോയി. അപ്പോൾ ഞങ്ങൾ കുറച്ച് വൈകിയെങ്കിൽ നമുക്ക് കാണാൻ പോലും പറ്റത്തില്ലായിരുന്നു. അപ്പോൾ 4 മണിയെന്ന് പറഞ്ഞിട്ട് പോലും ഒരു 3:30 ആയ സമയത്ത് തന്നെ അവരെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അവർക്ക് അവിടെ എന്തൊക്കെ ചടങ്ങുകളും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ നേരത്തെ അവിടുത്തെ ബാക്കിയുള്ള ചടങ്ങുകളെല്ലാം കഴിഞ്ഞു കേട്ടോ.
അപ്പോൾ അവിടുത്തെ എല്ലാ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് 4:15 കഴിഞ്ഞു കേട്ടോ. അവിടെ ഞങ്ങൾ ഇറങ്ങി നേരെ വന്നപ്പോഴത്തേക്ക് എബിക്ക് വേണ്ടിയിട്ട് ഒരു കരിക്ക് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് കയറി കേട്ടോ. അപ്പോൾ അതൊക്കെ കൊടുത്ത് കുളിയൊക്കെ കഴിഞ്ഞിട്ട് നേരെ ഞാൻ ഇവിടെ കുടുംബശ്രീയിലോട്ട് വന്നു കേട്ടോ. അപ്പോൾ അവിടെ വന്നപ്പോഴത്തേക്ക് കുടുംബശ്രീ എല്ലാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് തന്നെ ഞാൻ ചായയും ഒക്കെ കഴിച്ചു. പിന്നെ സ്നേഹം എരിഞ്ഞു തന്നു കേട്ടോ, മാങ്ങയൊക്കെ എരിഞ്ഞു തന്നു. പിന്നീട് പൈനാപ്പിൾ ഉണ്ടായിരുന്നു കേട്ടോ, അതൊക്കെ കഴിച്ചു. കുറേ നേരം വരെ ഞങ്ങൾ അവിടെ തന്നെ ഇരുന്നു കേട്ടോ. അപ്പോൾ ചോക്ലേറ്റൊക്കെ കഴിച്ചു. കുറേ നേരം വരെ ഫ്രണ്ട്സും ഒക്കെ ആയിട്ട് സംസാരിച്ചിരുന്നു. നമുക്കിപ്പോൾ ആകെ കൂടെ ആഴ്ചയിൽ ഒരു ദിവസം കിട്ടുന്ന ഒരു ദിവസമാണ് കേട്ടോ. അപ്പോൾ ആ ഒരു സമയത്ത് ഞങ്ങൾ ഫുൾ ടൈം അവിടെ ആയിരിക്കും. അപ്പോൾ അത് അശ്വിനിക്ക് വേണ്ടിയിട്ട് മാങ്ങ എരിഞ്ഞ് കൊടുത്തെങ്കിലും ആൾക്ക് ഈ ഇത് കൈതച്ചക്ക കണ്ടപ്പോൾ, അതായത് പൈനാപ്പിൾ കണ്ടപ്പോൾ കഴിക്കണമെന്നുണ്ടായിരുന്നു. പക്ഷേ അവൾക്ക് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഇതൊന്നും കഴിക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എങ്കിലും ആശാത്തിക്ക് ഭയങ്കര കൊതിയായിട്ട് അങ്ങനെ ഇരിക്കാൻ പാടില്ല, ആ ഒരവസ്ഥയായിരുന്നു കേട്ടോ. പിന്നെ കഴിച്ചു കേട്ടോ, അവൾക്ക് ഇങ്ങനെ സഹിച്ചിരിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അവളത് കഴിച്ചു. പിന്നെ ഞങ്ങൾ മാങ്ങയും ഉപ്പും മുളകും ഒക്കെ പുരട്ടി കഴിച്ചു. ഇതുപോലെ പൈനാപ്പിളും ഒക്കെ കഴിച്ചു കേട്ടോ. കുറേ നേരം വരെ സംസാരിച്ചിരുന്നു, നമ്മുടേതായിട്ടുള്ള കുറേ കാര്യങ്ങളും അതും ഇതുമൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്ന കണ്ടതുകൊണ്ട് അത് കൊണ്ടുവന്നതാണ് കേട്ടോ. അവന് എന്തോ ഉണ്ടാക്കിയെന്ന് പറഞ്ഞിട്ട് കൊണ്ടുവന്നതാണ്. എന്താണ് സംഭവം എന്ന് മനസ്സിലായിട്ടുണ്ടായില്ല. അവന് പല ഇതുപോലെ കലാവാസനകളുണ്ട് കേട്ടോ. ഇങ്ങനെ ഓരോന്ന് ഉണ്ടാക്കുക, ചിത്രം വരയ്ക്കുക, അവന് ഭയങ്കര ഇഷ്ടമാണ്. അതൊക്കെ എപ്പോഴും കൊണ്ട് കാണിക്കും കേട്ടോ. നമ്മൾ അടിപൊളിയാണ് എന്നൊക്കെ പറയുമ്പോൾ അവനത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനെയൊക്കെ കാണിച്ചു. ഇത് ഞങ്ങൾ അവിടെ നിന്ന് കഴിച്ചതാണ് കേട്ടോ. ഞാൻ ഇങ്ങനെ കുറേ വീഡിയോസൊക്കെ എടുത്താണ് ഇങ്ങനെ കഴിച്ചുകൊണ്ടൊക്കെ ഇരുന്നത് കേട്ടോ. ഇതൊക്കെ അല്ലേ നമുക്ക് എപ്പോഴും ഓർക്കാനൊക്കെ പറ്റുന്ന ഒരു കാര്യം. നമ്മളിപ്പോൾ വീഡിയോസ് എടുത്താലും ഇപ്പോൾ യൂട്യൂബിലായാലും ഇൻസ്റ്റയിലൊക്കെ നമുക്കിങ്ങനെ പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് പിന്നീട് കുറേ നാൾ കഴിഞ്ഞാൽ നമുക്കെടുത്ത് കാണാമല്ലോ. അങ്ങനെ ചോക്ലേറ്റും അതും ഇതും എല്ലാം കഴിച്ചിട്ട് നേരെ വീട്ടിലോട്ട് വന്നു. വീട്ടിൽ വന്നതിന് ശേഷം ചായയൊക്കെ ഇട്ട് കുടിച്ചു കേട്ടോ. അവിടെ നിന്ന് കുടിച്ചു. എന്നാലും വീട്ടിൽ നിന്ന് വന്നിട്ട് ഓരോ ചായ കുടിച്ചു. ഇനി എത്ര ചായ എവിടെ നിന്നൊക്കെ കുടിച്ചെന്ന് പറഞ്ഞാലും വീട്ടിൽ വന്നിരുന്ന ചേട്ടൻ്റെയും മോൻ്റെയൊക്കെ കൂടെ ഇരുന്ന് കുടിക്കുമ്പോഴത്തേക്ക് അത് വേറൊരു സന്തോഷം, ഫ്രണ്ട്സിൻ്റെ കൂടെ ഇരിക്കുമ്പോഴത്തേക്ക് അത് വേറൊരു സന്തോഷം. അങ്ങനെയൊക്കെയാണ് കേട്ടോ. പിന്നെ ഞാൻ പരിപ്പ് വട ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് അവർക്കും കൊണ്ട് കൊടുത്തു. ബാക്കിത്തെ അവിടെ ചേട്ടനും എബിയും കൂടെ കഴിച്ചു. ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഞാൻ നേരത്തെ കഴിച്ചതുകൊണ്ട് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അതുപോലെ എൽസൂനെയും മിക്കുവിനെയൊക്കെ വിളിച്ചു കേട്ടോ. അപ്പോൾ ഇതാ എൽസുവിൻ്റെ ഒരു സന്തോഷം കാണണം എബിയെ കണ്ടതിൻ്റെ. എനിക്കത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഒരു സന്തോഷമാണോ സങ്കടമാണോ, എനിക്ക് ഭയങ്കര ഒരു ഇതായിരുന്നു കേട്ടോ. ചേട്ടാന്ന് വിളിച്ചിട്ട് ഭയങ്കര ചിരിയായിരുന്നു. എബി മാറുമ്പോഴൊക്കെ എൻ്റെ ആ ക്യാമറയിൽ നിന്ന് മാറുമ്പോഴൊക്കെയും ചേട്ടാന്ന് വിളിച്ചിട്ട് ഭയങ്കര ചിരിയായിരുന്നു കേട്ടോ. ആളും ഭയങ്കര, എനിക്ക് തന്നെ കണ്ടിട്ട് എനിക്ക് ഭയങ്കര സന്തോഷവും ഒരു വല്ലാത്തൊരു ഫീലിങ്സ് ആയിരുന്നു കേട്ടോ. അവർ രണ്ടുപേരുടെ ആ ഒരു ഇത് കണ്ടിട്ട് എനിക്കിങ്ങനെയൊന്നും പറ്റിയില്ലല്ലോ എന്നൊരിതും ഉണ്ട് കേട്ടോ. എബിക്കും അങ്ങനെ തന്നെയാണ് കേട്ടോ. അവളുടെ അടുത്ത് ഭയങ്കര ഇഷ്ടമാണ്. അവളെന്നല്ല, മിക്കുവിൻ്റെ അടുത്തായിരുന്നാലും അങ്ങനെ തന്നെയാണ്. ഭയങ്കര ഇഷ്ടവും കാര്യമാണ് കേട്ടോ രണ്ടുപേരുടെ അടുത്തും. ആ ഒരു സന്തോഷമുണ്ട്. പിന്നെ വലുതാവുമ്പോഴും ആ ഒരു സന്തോഷം നിൽക്കണമെന്ന് ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കാറുണ്ട് കേട്ടോ. എബി ഇങ്ങനെ വെറുതെ കളിക്കും പോലെ ഫോൺ വിളിക്കുന്ന ആ ഒരു ആക്ഷൻ കാണിക്കുന്ന ഉടൻ തന്നെ എൽസുവും കാണിക്കുന്നുണ്ട് ഹലോ എന്ന് കേട്ടോ. അതൊക്കെ അവരുടെ ആ ഒരു കുഞ്ഞു കളിയും ചിരിയും സന്തോഷം കാണുമ്പോൾ തന്നെ നമുക്കൊരു പ്രത്യേക സന്തോഷം വരും. അതെല്ലാവർക്കും അങ്ങനെയാണ് കേട്ടോ. ആ ഒരു ഫീലിങ്സൊക്കെ ചിലർക്കത് പറഞ്ഞാൽ മനസ്സിലാവും. നമുക്ക് അനുഭവിച്ച് തന്നെ അറിയേണ്ട കുറേ കാര്യങ്ങളുണ്ട് നമ്മുടെ ജീവിതത്തിൽ. അതുപോലെയുള്ള കുറേ കാര്യങ്ങളാണ് കേട്ടോ ഇതൊക്കെ. അങ്ങനെ കുറേ നേരം വരെ വീട്ടിലോട്ടും വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് ഞാൻ റെക്കോർഡായിട്ട് ഇല്ലെന്ന് തോന്നുന്നു. അത് വൈകുന്നേരം എപ്പോഴും എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അല്ല, വീട്ടിലോട്ടും വിളിച്ചിട്ടുണ്ടായിരുന്നു, ഞാൻ വീഡിയോ ആയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഇന്നത്തെ ആ ഒരു ദിവസം കുറേ സന്തോഷവും കുറേ സങ്കടവും ഒക്കെ നിറഞ്ഞൊരു ദിവസം കൂടെ ആയിരുന്നു കേട്ടോ. നമ്മളിപ്പം ഓരോ ദിവസം കടന്നു പോകുന്നത് ഇങ്ങനെയാണ്. അപ്പോൾ കുറേ തുണികളൊക്കെ മടക്കി വെക്കാനുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ മടക്കി ഒതുക്കിയൊക്കെ വെച്ചു. കാരണം എബി വന്നപ്പോൾ കൊണ്ടുവന്ന കുറേ ഡ്രസ്സ് ഉണ്ടായിരുന്നു. അതും എല്ലാം ഒക്കെ എടുത്ത് വെച്ചിട്ടാണ് ഞങ്ങൾ പിന്നെ കിടന്നത്. പിന്നെ ഇത് ഞാനിപ്പോൾ ഓൺലൈൻ വഴി വാങ്ങിയ ഒരു പാൻറ്റാണ് കേട്ടോ. നല്ല പാൻറ്റാണ്, ജെഗിൻസാണ്. പക്ഷേ വലിയ ക്വാളിറ്റി എന്ന് പറയാനില്ല കേട്ടോ. ഇതിൻ്റെ ഒരു ബ്ലാക്കും വൈറ്റും ഞാൻ നേരത്തെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ വൈറ്റ് ഇപ്പോൾ തന്നെ ഓൾറെഡി അത് വല്ലാത്തൊരു ലെവലിൽ എത്തിയിട്ടുണ്ട്. ഇനി ബ്ലാക്ക് ഞാനിപ്പോൾ അങ്ങനെ അധികം ഉപയോഗിക്കാത്തതുകൊണ്ട് നന്നായിട്ടിരിപ്പുണ്ട്. എന്നാലും കുഴപ്പമില്ല, നമുക്ക് കുറച്ച് യൂസ് ചെയ്യാനായിട്ട് ഇത് മതി. തൽക്കാലം യൂസ് ചെയ്യാനൊക്കെ മതി. ഇനി ഒരുപാട് തവണയൊന്നും ഇത് ഉപയോഗിക്കാൻ പറ്റത്തില്ല കേട്ടോ. അത്രയ്ക്കും വലിയ ക്വാളിറ്റി ഒന്നുമില്ല, എന്നാലും കുഴപ്പമില്ല. അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ ഇന്നത്തെ ഒരു കുഞ്ഞു വ്ളോഗ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു കുഞ്ഞു വ്ളോഗ് ഇഷ്ടപ്പെടുകയാണ് നിങ്ങളെല്ലാവരും തീർച്ചയായിട്ടും എന്ത് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.
അപ്പോൾ ഇനി വരുന്ന നല്ല നല്ല വീഡിയോസൊക്കെ കാണാനായിട്ട് കാത്തിരിക്കുക. അപ്പോൾ ഞാനിന്ന് വൈകുന്നേരത്ത് വെള്ളരിയാണ് കേട്ടോ കഴിച്ചത്. വെള്ളരിയും ഒക്കെ കഴിച്ചിട്ടാണ് ഞാൻ കിടന്നത്. ചേട്ടനും എബിയും ചോറൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ കുറച്ച് വെള്ളരിയൊക്കെ കഴിച്ചു. ഒരു സിനിമയൊക്കെ കണ്ടിട്ടാണ് കേട്ടോ ഞങ്ങൾ കിടന്നുറങ്ങിയത്. അപ്പോൾ ഇത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മറക്കാതെ എല്ലാവരും ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ബൈ.